ആ ബ്ലാക്ക് സർക്കിളിനെ എങ്ങനെയെങ്കിലും ഒന്ന് നിർത്ത്. വേഗം ബ്ലാക്ക് സർക്കിൾ ഓൺ ആക്കോ. ഇവനോടൊന്നും മര്യാദയ്ക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ 4 മണിക്ക് ഒരു തൊഴിവെടുക്കാം. ഇവന് ഭയങ്കര ശക്തിയാണ്. റോബോട്ടോ നിക്കടാ. എന്താ ഇത്? ജീവൻ വേണമെങ്കിൽ ഓടിക്കോടാ. നീ എടുക്കടാ. ബ്ലാക്ക് സർക്കിളിന്റെ ബോക്സ് തള്ളിയിട്. ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പൂപ്പ നിങ്ങൾ എങ്ങനെ എവിടെ എത്തിയത്? ജിണ്ടുവിന്റെ മാജിക് ഉപയോഗിച്ച്. പക്ഷെ ജിണ്ടു എങ്ങോട്ടാ പോയെന്ന് ഒരു വിവരവും ഇല്ല. വീണ്ടും അവന്റെ ഓർമ്മ പോയി കാണും. വരൂ, അവനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ശരിയാക്കാം. അങ്കിൾ, താങ്ക് ഗോഡ്, ഒടുവിൽ എനിക്ക് പറ്റിയാളെ കിട്ടി. ഇനി നമുക്കിവിടെ ഒരുമിച്ച് താമസിക്കാം. ഇല്ല, നമുക്ക് ഒരുമിച്ച് താമസിക്കാൻ പറ്റില്ല. ഇത് ഒറിജിനൽ ഭൂതമാണല്ലോ. ശരിക്കുള്ള ഭൂതം വന്നിട്ടുണ്ടോ? ശരിക്കുള്ള ഭൂതോ? ഈ കള്ളനോട്ടുകളൊക്കെ നമ്മളിനി എന്ത് ചെയ്യും? പോലീസുകാര് വന്ന് റെയ്ഡ് ചെയ്ത് പിടിച്ചെന്ന് മനസ്സാ വിചാരിച്ച് ജീവൻ വേണമെങ്കിൽ ഇവിടെ നിന്ന് ഓടിക്കോടേ. എല്ലാവരും ഇവിടെ നിക്കേ. പോലീസ് വന്നോണ്ടിരിക്ക. അവർക്ക് വേണ്ടി ഒന്ന് കാത്തിരിക്കേ. ഇതേതോ പീക്കിരി ചെറുക്കനാണല്ലോ. അവനെ അടിക്കടേ. Thank you very much for informing us. ഈ കള്ളനോട്ടടിക്കുന്ന ഗ്യാങ്ങിനെ പറ്റി ഞങ്ങൾ വളരെ നാളായിട്ട് അന്വേഷിക്കുകയായിരുന്നു. പക്ഷെ കണ്ടുകിട്ടിയില്ല. You are most welcome, sir. കണ്ടല്ലോ കുട്ടികളെ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, പ്രേതമൊന്നും ശരിക്കുള്ളതല്ല. ഈ കാര്യം ഒരിക്കലും മറക്കാൻ പാടുള്ളതല്ല. പറയൂ എമിലി. സഹായം വേണം. പറഞ്ഞു. Thanks, Emily. दादाजी ने ठीक ही कहा है. Oil spray on. Oil spray on.
सर मैं पुलिस को इन्फॉर्म करने गया था। पुलिस को यकीन नहीं हो रहा कि ऐसा कुछ हो सकता है। आप फोन करके उन्हें बताइए ना। थैंक यू वीर, अब उसकी जरूरत नहीं। रोबो बॉय ने आकर सब ठीक कर दिया। अब मैं जजेस से रिक्वेस्ट करूंगा कि एक बार फिर से फर्स्ट प्राइज अनाउंस करें। प्राइज वही है जो पहले था। वीर का रोबोट फर्स्ट है। എങ്ങനെയുണ്ട്? Don't mind it. എനിക്കിതൊന്നും ഒരു പ്രശ്നമേ അല്ല. എന്റെ കയ്യിലൊരു പ്ലാൻ ഉണ്ട്. ഇവനെ അത്ര എളുപ്പം തോൽപ്പിക്കാൻ പറ്റില്ല. ഇത് കേക്ക്. Okay, done. ബിഗ് ഡൈനോ, ഇന്ന് ഒന്നെങ്കിൽ നീ അല്ലെങ്കിൽ ഞാൻ. ഇന്നാവേ വീർ അപകടത്തിലാണ്. അവനോട് ഏറ്റുമുട്ടുന്നത് നിർത്താൻ പറയൂ. വീറിനെ തോൽപ്പിക്കാൻ ആർക്കും ആവില്ല. അവനെ എങ്ങനെ തോൽപ്പിക്കേണ്ടത് ഈ ബുക്കിലാണ് എഴുതിയിട്ടുള്ളത്. ഈ ബുക്ക് ഞാൻ ആർക്കും കൊടുക്കില്ല. ഞാനും ഒന്ന് കാണട്ടെ വീരനെ തോൽപ്പിക്കാനുള്ള വഴികൾ എന്തൊക്കെയാണെന്ന്. ഇത് ചീറ്റിംഗ് ആണ്, ഇത് ചീറ്റിംഗ് ആണ്. എന്റെ കയ്യില് ഡ്യൂപ്ലിക്കേറ്റ് ബുക്ക് ആയിരുന്നു. ഇതാണ് ഒറിജിനൽ. നല്ല ട്രിക്കായിരുന്നു കേട്ടോ. ഐ ലൈക്ക് ഇറ്റ്. വീർ, നിന്റെ പ്ലാന്റെ ഒടുവിൽ വർക്കൗട്ടായി. നമുക്കെന്നെ വീട്ടിൽ പോയി ജിണ്ടുവിനെ ശരിക്കൊന്ന് കാണണ്ടേ? വരൂ, നമുക്ക് പോയി ജിണ്ടുവിനെ കണ്ടുപിടിക്കാം. അവന്റെ ഓർമ്മ തീർച്ചയായും മാഞ്ഞു പോയി കാണും. ഇപ്പൊ എവിടെങ്കിലും ഇരുന്ന് കഴിച്ചോണ്ടിരിക്കുമായിരിക്കും. എന്നെ താഴെ ഇറക്ക്. ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ല. ആദ്യം മുകളിൽ നിന്ന് വരുന്ന പുള്ളിക്കാരനെ ഒന്ന് പരിചയപ്പെട്. എന്നിട്ട് പോരെ. അങ്ങേര് നിമിഷങ്ങളിൽ മനുഷ്യന്മാരുടെ കഥ കഴിച്ചിട്ട് പോവും. എന്നെ രക്ഷിക്കൂ പ്ലീസ് ഹെൽപ്പ്, അല്ലെങ്കിൽ ഈ പാമ്പ് എന്നെ തിന്നുകളയും. ഒരു വാക്ക് തരാമെങ്കിൽ വിടാം. ഇനി ഒരിക്കലും എവിടുന്നും മൃഗങ്ങളെയും പക്ഷികളെയും പഠിക്കാൻ പാടില്ല. അതിനെ കല്ലെറിയാനും പാടില്ല. ഞാൻ വാക്ക് തരുന്നു. എന്നെ വെറുതെ വിട്. പാമ്പ് അടുത്തെത്തി കഴിഞ്ഞു. അയാളെ വെറുതെ വിട്ടേക്ക്. നോക്ക്, അങ്കിളാ മയിലിനെ പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഇതെന്താണ്? വീണ്ടും നിങ്ങൾ അതിനെ പിടിച്ചോണ്ട് വന്നു അല്ലേ? അല്ല, ഞാൻ പിടിച്ചുകൊണ്ടുവന്നതല്ല. ഇതിപ്പോൾ എന്റെ സുഹൃത്താണ്, എന്റെ അതിഥിയാണ്. അതാണ് റോബോ ബോയ്. അവനാണ് എന്റെ കണ്ണു തുറപ്പിച്ചത്. ഇന്നു മുതൽ ഞാൻ ഒന്നിനെയും വേട്ടയാടില്ല. താങ്ക് യു റോബോ ബോയ്. താങ്ക് യു റോബോ ബോയ്. എന്റെ പിങ്കി മോളെ ഇത്രയും സന്തോഷത്തോടെ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല.